വെറും 150 രൂപയ്ക്ക് 1 കിലോ ഉണ്ടാക്കി 400 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. അതും നമ്മളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. അതായത് ഏകദേശം 60% മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ പറയുന്നത്. അധികം ടെക്നോളജി ഒന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുക്കള നിങ്ങളുടെ പാത്രങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാവുന്ന പരിപാടിയാണ് ഇത്. ചെറിയ ബിസിനസ്സാണ്, അധികം ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല. ഇത് വീട്ടമ്മമാർക്ക്, സ്റ്റുഡൻസിന്, സീനിയർ സിറ്റിസൺസിന് ഒക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു ജോലിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ നല്ല ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്വാളിറ്റി കൊടുത്താൽ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ആളുകൾ വാങ്ങിക്കും. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് അടിപൊളി ടൊമാറ്റോ ജാമാണ്, തക്കാളി ജാം. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കിലോയുടെ പ്രിപ്പറേഷനാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നല്ല പഴുത്ത തക്കാളി വേണം 1 കിലോ. പഞ്ചസാര വേണം 500 ഗ്രാം. അത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് നാരങ്ങ നീര് വേണം, 2-3 ടേബിൾ സ്പൂൺ വേണം. ഇത് നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആകുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ഉപയോഗിക്കാം, പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡമം, ഏലക്ക ഉപയോഗിക്കാം. ഇത് ഓപ്ഷണലാണ്. അതും ഒരു 2-3 ഏലക്ക തരി, അതിൻ്റെ തരി മാത്രം എടുത്ത് പൊടിച്ചത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറുവപ്പട്ട ഉപയോഗിക്കാം, അത് ഒരു ചെറിയ സ്റ്റിക്ക്. ഇതെല്ലാം പൊടിച്ചതായിരിക്കണം. ഇഞ്ചിയും കറുവപ്പട്ടയും ഏലക്കയും പറഞ്ഞത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി, ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വേണം, 100 ml വെള്ളവും വേണം. ഇത്രയാണ് ഇതിന് വേണ്ടി വരുന്നത്. ഇതിനകത്ത് നമുക്ക് വലിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വേണ്ടി വരുന്നത്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത്, നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറുകൾ വേണം. നമുക്ക് നമ്മുടെ ടൗണിൽ തന്നെ കിട്ടും. അതാണ് വേണ്ടത്, ഗ്ലാസ് ജാറാണ് വേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിനത്ര സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ ലേബിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ നല്ല പഴുത്ത തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിന്റെ തൊലി ഉരിച്ച് കളയണം. തൊലി ഉരിച്ച് കളയണമെങ്കിൽ അതിനൊരു ചെറിയ പ്രോസസ് ഉണ്ട്, അത് പറഞ്ഞു തരാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ആ ടൊമാറ്റോയുടെ ബാക്കിൽ ചെറിയൊരു കട്ട് കൊടുക്കുക, നമ്മളുടെ കത്തി കൊണ്ട് ചെറിയ മുറിവ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊരു 4-5 മിനിറ്റ് അവിടെ കിടക്കട്ടെ, ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം നേരെ തണുത്ത വെള്ളത്തിലോട്ട് ഇടുക. അപ്പോൾ ഈ നമ്മളുടെ തൊലി ഉരിക്കാൻ ഉള്ള കാര്യം വളരെ എളുപ്പമായിട്ട് മാറും. അതായത് ടൊമാറ്റോയിൽ നിന്ന് തൊലി ഉരിക്കാനുള്ള വലിയ പാടുള്ള കേസാണ്, അത് ഇവിടെ എളുപ്പമായി കിട്ടും. പിന്നെന്താ വേണ്ടത്, അതിനുശേഷം നമുക്ക് ആ തൊലി ഉരിച്ച ടൊമാറ്റോ നന്നായിട്ട് ചോപ്പ് ചെയ്യണം, ഉരച്ചെടുക്കണം. ഇവിടെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇതിന്റെ കുരു ഇൻക്ലൂഡ് ചെയ്യാം. ഇനി കുരു എടുത്ത് മാറ്റിയിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ഈ കുരുവും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു ജാമിന്റെ ടെക്സ്ചറിന് കുറച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നുള്ളത് മാത്രം. പിന്നെ ഇതിന്റെ കുക്കിംഗ് പാർട്ടാണ് വരുന്നത്. വലിയൊരു കുക്കിംഗ് പോട്ടിനകത്ത് നമ്മൾ ഈ ചോപ്പ് ചെയ്ത ടൊമാറ്റോ, പിന്നെ നമ്മളുടെ പഞ്ചസാര, നമ്മളുടെ വെള്ളം, കൂടാതെ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഈ നമ്മളുടെ ഫ്ലെയിം എപ്പോഴും ലോവർ ആയിരിക്കണം, ഹയറിൽ കൊണ്ട് വെക്കരുത്. നന്നായിട്ട് ലോവറിലാക്കി വെച്ചിട്ട് ഇത് കുറെ അധികം നേരം, ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ അവിടെ കിടന്ന് തിളച്ചോട്ടെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കരിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് ഒന്ന് ഒരു 45
മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത ജിഞ്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓപ്ഷണൽ ആയിട്ട് പറഞ്ഞ കറുവപ്പട്ടയുടെ പൊടിയോ ഇല്ലെങ്കിൽ കാർഡമത്തിന്റെ ഏലക്കയുടെ പൊടിയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ വരും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കട്ടി ചെക്ക് ചെയ്യണം, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, ഇത് നമുക്ക് ഈ ജാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് നമ്മൾ പുറത്തെടുത്തിട്ട് വേറെ ഏതെങ്കിലും പാത്രത്തിലോട്ട് ഇട്ട് നോക്കുക. അതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം നമ്മൾ അതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ അതിന് റിങ്കിൾസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാം റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെറിലൈസ് ചെയ്ത് ഗ്ലാസ് ബോട്ടിൽസ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് ലേബൽ വേണം, നമ്മളുടെ ബ്രാൻഡ്, നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പേര്, ബാച്ച് കോഡ്, ബാച്ച് നമ്പർ, ബാച്ച് ഡേറ്റ്, അതായത് മാനുഫാക്ചറിംഗ് ഡേറ്റ് തന്നെയാണ്, എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ച, പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച നമ്മളുടെ ഒരു ലേബൽ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് വെയിറ്റും കാര്യങ്ങളും എല്ലാം വരും. ഇനി ഇത് ബോട്ടിൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറുകളാണ് വേണ്ടത് പറഞ്ഞല്ലോ. സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറുകളിലേക്ക് നമുക്ക് ഇത് നിറയ്ക്കേണ്ടത് ചൂടോടുകൂടി തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 10 മിനിറ്റോളം ചൂടായ വെള്ളത്തിലിട്ട് ഈ ഗ്ലാസ് ബോട്ടിൽസ് വീണ്ടും ഒന്ന് വൃത്തിയായിട്ട് ബോയിൽ ചെയ്തിട്ട് ശേഷം കഴുകിയെടുക്കുക. ആ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള ജാം അതിലോട്ട് ഇടുക. ഒരു അല്പം സ്പേസ് മുകളിൽ ഇട്ടിരിക്കണം, അതായത് ഹെഡ് സ്പേസ് എന്ന് പറയും, അല്പം സ്പേസ് മുകളിൽ ഇട്ടിരിക്കണം. എന്നിട്ട് ടൈറ്റ് ആയിട്ട് ജാറുകൾ എല്ലാം തന്നെ സീൽ ചെയ്യുക. അത് ഇപ്പോഴും ചൂടുള്ളതായിരിക്കും. ഈ ഒരു ചൂട് അതിനകത്തൊരു വാക്വം സൃഷ്ടിക്കുന്നുണ്ട്. ആ വാക്വം നമ്മളുടെ ജാമിനെ കൂടുതൽ പ്രിസർവേഷൻ കൊടുക്കുകയും കൂടുതൽ ലോങ്ങർ ടൈമിലേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ജാമിന്റെ സാധാരണഗതിയിലുള്ള ഒരു എക്സ്പയറി എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. ഏതെങ്കിലും ഒരു ജാമിന് എടുത്ത് ഇപ്പൊ തന്നെ നോക്കിക്കൂ, 2 വർഷമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൊണ്ടാണ് അതിന് ആ ലൈഫ് കിട്ടുന്നത്. ഇതിന്റെ ഷെൽഫ് ലൈഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു 2 വർഷം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 6 മാസം തൊട്ട് 12 മാസം വരെയുള്ള ഷെൽഫ് ലൈഫ് കൊടുത്താൽ മതിയാകും. കാരണം ഇത് വീട്ടിൽ കൊണ്ട് ചെന്ന് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് തന്നെയാണ് സൂക്ഷിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും എന്നുള്ളത്. അതായത് 150 രൂപയ്ക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നമുക്ക് ഏകദേശം 400 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. പിന്നെ തക്കാളിയുടെ വില സീസണലാണ്. കൂടി നിൽക്കുമ്പോൾ അത് വാങ്ങിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിൽ വില കൂടും. കുറഞ്ഞു നിൽക്കുമ്പോഴാണെങ്കിൽ ആ രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കൂടുകയും ചെയ്യും. ഇത് വിൽക്കുന്നത് നമ്മൾ ലോക്കൽ മാർക്കറ്റിലായിരിക്കണം. നമ്മളുടെ മാർക്കറ്റിൽ ആദ്യം വിൽക്കണം. കൂടാതെ ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കൂടാതെ ഈ കൃഷി സംബന്ധമായ കാര്യങ്ങൾ വിൽക്കുന്ന പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. അവിടെയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക്, നിങ്ങളുടെ യൂട്യൂബ് ഇല്ലെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കണക്ഷനിലുള്ള ആൾക്കാരുമായിട്ടോ അല്ലാത്തവരുമായിട്ടോ സംവദിച്ച് അങ്ങനെയും വിൽക്കാവുന്നതാണ്. പിന്നെ നല്ല ജാമാണ്, നല്ല രീതിയിൽ ഉണ്ടാക്കി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരു മാർക്കറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് വിൽക്കാവുന്നതാണ്. ഇതിന് സർട്ടൻ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. ഒന്ന് പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ പോവുക, ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണോ അവിടെ ചെന്നിട്ട് നിങ്ങൾ തുടങ്ങുന്ന ഈ ഒരു ട്രേഡിങ്, ഈ ഒരു മാനുഫാക്ചറിങ്, അത് സംബന്ധമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ കാണും. അതൊക്കെ ഒന്ന് ഫുൾഫിൽ ചെയ്ത് പോവുകയാണെങ്കിൽ അധികം ടെൻഷനില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ പറഞ്ഞുതരും. അറിയാൻ പാടില്ലാത്തവ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.